എനർജി ഒക്കെ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ചേട്ടനെ വിളിക്കും. ആ കെപ്പി പറയടാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ LDC സമയത്താണ് PKPSC കോർണറിൽ എത്തുന്നത്. അന്നേരം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് നമ്മുടെ തലവര മാറ്റുന്ന ചാനലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ബിടെക് കൊണ്ട് ജീവിതം പഠിച്ചു, PSC കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി വല്ലതുമായി. അങ്ങനെ LD ക്ലർക്കും ഡിഗ്രി ലെവലും രണ്ടും ഒരു ത്രാസിൽ തൂക്കാൻ പറ്റുന്ന ഒരു സംഗതികളെ അല്ല. പിന്നീടാണ് PKയുടെ സ്വന്തം KP ആയിട്ട് മാറുന്നത്. ഒരു കിട്ടിയ എക്സാമ്പിൾ ഞാനായിരുന്നു. ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സ് ആണ്. തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും, എഫേർട്ട് ഇട്ടു, അതിന്റെ റിസൾട്ട് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. PKPSC കോർണർ, ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു PKPSC കോർണർ സക്സസ് സ്റ്റോറീസ്. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാനുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും. PKയുടെ സ്വന്തം KP. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തിൽ നിന്നും ഭരണ തലസ്ഥാനത്തിലേക്ക് എത്തിയ KPയുടെ വിജയകഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 38ാം റാങ്ക്, SBCID 24ാം റാങ്ക്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ 27ാം റാങ്ക്, സെയിൽസ് അസിസ്റ്റന്റ് 1ാം റാങ്ക്, ഇങ്ങനെ നിവർന്നു കിടക്കുകയാണ് ആ ലിസ്റ്റ്. ഏറ്റവും സ്നേഹത്തോടു കൂടെ ലെറ്റ്സ് വെൽക്കം കൃഷ്ണപ്രസാദ്. സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് ലിസ്റ്റുകളിലുണ്ട്. അപ്പോൾ KPയുടെ വിശേഷങ്ങൾ കൂടുതൽ അറിയാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് കൃഷ്ണപ്രസാദ്. എൻ്റെ വീട് തൃശ്ശൂരാണ്. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഏത് ബാക്ക്ഗ്രൗണ്ടാണുള്ളത്? ഞാൻ പഠിച്ചത് BTech ആണ്. BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നെഹ്റു കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്, തൃശ്ശൂർ. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ PSC ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ BTech കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഉപകാരം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ PSCയിലോട്ട് എത്തിയത്. BTech കൊണ്ട് ജീവിതം പഠിച്ചു, PSC കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി വല്ലതുമായി. അങ്ങനെയാണ് വരുന്നത്. അതല്ലാണ്ട് വേറെ സർക്കാർ ജോലി എന്നൊരു സ്വപ്നം വരാനായിട്ട് വേറെ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. BTech പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥിര വരുമാനം എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ PSC എന്ന് പറയുന്ന ഫീൽഡിലോട്ട് എത്തുന്നത്. ആദ്യം എഴുതുന്ന എക്സാം ഏതാണ്? എപ്പോഴാണ് പ്രിപ്പറേഷൻ ഒക്കെ കാര്യമായിട്ട്? ഞാൻ PSC പ്രിപ്പറേഷൻ തുടങ്ങിയത് 2019-ലാണ്. അങ്ങനെ VO എക്സാമാണ് ആദ്യമായിട്ട് എഴുതിയത്. പിന്നീട് LDC പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഇപ്പോൾ അവസാനം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതി കിട്ടി. അപ്പോൾ LD ക്ലർക്കിന് റാങ്ക് മേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. LD ക്ലർക്ക് പോലെയല്ല നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, വ്യത്യാസമുണ്ട്. അപ്പോൾ LD ക്ലർക്കും ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനിൽ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു മേജറായിട്ട് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ? LD ക്ലർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു PSCയുടെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറി വരുന്ന സമയമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പഠിച്ചു തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LD ക്ലർക്കും ഡിഗ്രി ലെവലും രണ്ടും ഒരു ത്രാസിൽ തൂക്കാൻ പറ്റുന്ന ഒരു സംഗതികളെ അല്ല. നമുക്കറിയാലോ, ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ കൂടുതൽ നമുക്ക് പഠിക്കേണ്ടി വരും, കൂടുതൽ ഹൈ റേഞ്ച് പുസ്തകങ്ങൾ നോക്കേണ്ടി വരും. ലക്ഷ്മികാന്ത് ഒക്കെ അറിയാലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചേട്ടനെ വിളിക്കുന്നത്. ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇങ്ങനെ കുറേ എക്സാമുകൾ ക്ലിയർ ആയിട്ടുണ്ട്, ഇതിൽ ഇപ്പോൾ ഏതാ ഞാൻ പഠിക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പഠിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതിൻ്റെ സിലബസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എന്താ ഒരു നമ്മളെ കൊണ്ടൊന്നും പറ്റാതെ എന്തൊക്കെയോ മറ്റേ കേരള ഗവേണൻസ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ സംഗതികൾ. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ്റെ അടുത്ത് എത്തിയത്. ചേട്ടൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ എന്താ പറയുക, സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ, അങ്ങനെ ക്ലാസ്സുകളൊക്കെ കേട്ട് പഠിച്ച് ഡിഗ്രി ലെവൽ കിട്ടി. പലർക്കും അപ്പോൾ PKPSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയാൻ വൈകിയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുള്ളായി. PKPSC കോർണർ എന്നൊരു പ്ലാറ്റ്ഫോമിനെ പറ്റി KP എങ്ങനെയാണ് അറിയുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യാദൃശ്ചികമായിട്ട് LDC സമയത്താണ് PKPSC കോർണറിൽ എത്തുന്നത്. അന്നേരം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് നമ്മുടെ തലവര മാറ്റുന്ന ചാനലാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ എത്തി. LDC കഴിഞ്ഞ സമയത്ത് ചേട്ടൻ വീണ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ 2 മൈക്ക് വെച്ചിട്ടായിരുന്നു ചേട്ടൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യല്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ PKPSC കോർണറിൽ എത്തുന്നത്. അപ്പോൾ വന്ന സമയത്ത് എനിക്ക് ഇൻഫർമേഷനാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ നിന്നു. പിന്നീടാണ് ഈ ഡിഗ്രി ലെവൽ ക്ലാസ്സുകൾ ഞാൻ അവിടുന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വർത്താണ്. അപ്പം അങ്ങനെ ഞാൻ നിന്നു. ഇപ്പോൾ എപ്പോഴും ചേട്ടനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, വീണാഴ്ചയായിട്ട്. അങ്ങനെ എല്ലാവരുമായിട്ടൊരു ഫാമിലി ആയിട്ട് നിന്നു.
ഇപ്പോഴും ഒരു ഫാമിലിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എത്തിപ്പെട്ടത് ഒരു കണക്കിന് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നീടാണ് പി കെയുടെ സ്വന്തം KP ആയിട്ട് മാറുന്നത്. പി കെയുടെ സ്വന്തം ആളായിട്ട് മാറിയ ആ ഒരു സ്റ്റോറി എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു എനർജിയൊക്കെ കുറവ് ഫീൽ ചെയ്യുമ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കും. ചേട്ടാ ഇങ്ങനെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിളിക്കുമ്പോൾ ആടാ KP പറയടാന്ന് പറഞ്ഞ് വർത്തമാനം പറയും. അപ്പം നമുക്കൊരു എനർജിയാണ്, ആളുടെ ശബ്ദം നമുക്കൊരു പോസിറ്റീവ് എനർജി. അങ്ങനെയാണ് ചേട്ടനായിട്ട് കൂടുതൽ അടുക്കുന്നത്. പിന്നെ എൻ്റെ മറ്റേ ടെലഗ്രാമിലെ പേര് KP എന്നായിരുന്നു, ചേട്ടൻ്റെ PK. അപ്പോൾ ഒരു സിമിലാരിറ്റി തോന്നി. അങ്ങനെയാണ് ചേട്ടനും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ക്ലാസ്സിൻ്റെ ഇടയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും, അപ്പം അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഞാൻ അന്നൊരു ജ്യൂസിൻ്റെ ഫോട്ടോയാണ് DP ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇട്ട KP എന്ന് പറഞ്ഞിട്ടാണ് അന്ന് തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഞങ്ങൾ ബന്ധം വളർന്നു. പിന്നെ ഒരു കഥ കേട്ടിട്ടുള്ളതാണ്, KPയും ജോഗ്രഫി പഠിക്കുമ്പോൾ ചുരങ്ങളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. കൂടുതൽ നമുക്ക് KPയോട് തന്നെ ചോദിക്കാം, എന്താണ് ആ ഒരു സ്റ്റോറി? അത് വേറൊന്നുമല്ല, ഇങ്ങനെ ജോഗ്രഫി ചുരങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും രാവിലെ 5:15 ക്ലാസ്സിൽ കയറി. അപ്പോൾ അങ്ങനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുരങ്ങൾ പഠിക്കാനായിട്ട് അറിയാലോ, ചേട്ടൻ ഇങ്ങനെ എന്തെങ്കിലും എക്സാമ്പിളൊക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുക. അപ്പോൾ കിട്ടിയ എക്സാമ്പിൾ ഞാനായിരുന്നു. അങ്ങനെ എന്നെയും കൊണ്ട് അങ്ങ് ജമ്മു കാശ്മീരും ഹിമാചൽ പ്രദേശിലൊക്കെ പോയി വന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട്, ചുരങ്ങളുടെ ക്ലാസ് കേട്ടു, KPയുടെ ഒപ്പം ടൂർ പോയി എന്നൊക്കെ. അപ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെയാണ് ആ ഒരു യാത്രയിലും ഭാഗമാവുന്നത്. ഇപ്പോൾ പ്രിപ്പറേഷൻ ലെവലിലോട്ട് വരുമ്പോൾ സ്വന്തമായിട്ടും നമ്മൾ തീർച്ചയായിട്ടും PSC കോർണറിൻ്റെ ഭാഗത്തു നിന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട്. സ്വന്തമായിട്ടും PK സാർ എപ്പോഴും എടുത്ത് പറയുന്നതാണ്, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടേതായ രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പോൾ KPയുടെ ഭാഗത്ത് നിന്ന് പ്രിപ്പറേഷൻ ലെവലിൽ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളും പിന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ഞാൻ നമ്മുടെ ചാനലിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള മലയാളം, ഇംഗ്ലീഷ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെൽഫായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പോളുകളൊക്കെ ചെയ്തിട്ട്, പിന്നെ ബുക്കുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടുപോയത്. പിന്നെ എക്കണോമിക്സ് എനിക്ക് പറഞ്ഞ പോലെ ഒന്നും അറിയാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. അത് ഞാൻ സെൽഫായിട്ട് ഗൂഗിൾ തപ്പും, വേറെ നോട്ടുകൾ തപ്പും, അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്നും വേണം. അല്ലാതെ മറ്റേ ഒരു ഇത് മാത്രം നമ്മൾ നോക്കിയിരിക്കാനായിട്ട് പാടില്ല. നമ്മൾ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പോൾ മാത്സിൽ ഫുൾ മാർക്ക് കിട്ടും. അതിപ്പോൾ 20-ലായാലും 10-ലായാലും ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. എനിക്ക് മാത്സ് ഇഷ്ടമാണ്. ഞാൻ ട്യൂഷനൊക്കെ എടുത്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ മാത്സ് ആയിരുന്നു മെയിനായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ മാത്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മാത്സിലൊക്കെ സാധാരണ പഠിക്കാറില്ല, മാത്സ് ഇഷ്ടമാണ് മാത്സ്. അപ്പോൾ പ്രിപ്പറേഷനിൽ നമ്മൾ പഠനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ നമുക്ക് പഠിത്തത്തിൻ്റെതായ ഒരു രീതി ഉണ്ടാകും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, പല സമയത്ത് നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ മോട്ടിവേഷൻ്റെ ഒരു കുറവ് ഉണ്ടാവാം. സോ KPയുടെ ഒരു മോട്ടിവേഷൻ, അതിനുള്ളൊരു കാരണം എന്തായിരുന്നു? മോട്ടിവേഷൻ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. 2019 അച്ഛൻ മരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ബാധ്യതകളൊക്കെ തീർക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ PSC ആ ഫീൽഡിലോട്ട് ഇറങ്ങുന്നത്. പിന്നെ നമുക്ക് അമ്മയുടെ സപ്പോർട്ട്, അമ്മ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നീ പഠിക്കുന്ന നിനക്ക് കിട്ടുന്നുള്ള ആ ഒരു ബലമായിരുന്നു നമുക്ക് പിന്നെ എല്ലാം. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് ജോലി ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടാവും, അതിന് മുന്നേ ചിലപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണോ? ശരിക്കും പറഞ്ഞാൽ അതെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു, ഒരു കാലത്തുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേ കാര്യം തന്നെ, അതായത് നമുക്ക് ജോലിയുള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. അന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആൾക്കാരെ ആവശ്യം. പക്ഷെ അന്നേരം നമുക്ക് ചിലപ്പോൾ വിചാരിച്ച പോലെ ആരും നമ്മുടെ കൂടെ നിന്നോളന്നില്ല. അന്നേരമാണ് ഞാൻ പറഞ്ഞ അമ്മ എൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്തിരുന്ന. അമ്മ സ്കൂളിലൊരു പാചകക്കാരിയാണ്. അപ്പോൾ അതിൻ്റെ വരുമാനവും കുറവാണ്. അപ്പോൾ നമുക്കൊരു വലിയൊരു ഗ്രാൻഡ് ലൈഫ് സ്റ്റൈലൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കണ്ട് മാതൃകയാക്കാൻ പറ്റിയുള്ള ഒരാളാണ് എനിക്ക് എൻ്റെ അമ്മയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയാണ് ഒരു മോട്ടിവേഷനായിട്ട് നമുക്ക് നിന്നിട്ടുള്ളത് എല്ലാ കാലം. പിന്നെ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ എനർജിയൊക്കെ ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ചേട്ടനെ വിളിക്കും. ചേട്ടനെ വിളിച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ ആളുടെ KP പറയടാ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ രസമാണ്. അപ്പോൾ പിന്നെ നമുക്കൊരു എനർജിയാണ്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? നമ്മൾ പഠിത്തത്തോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആണ് റിവിഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു?
അതായത് LD പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന സമയമൊക്കെ എഴുതി വെച്ചിരുന്നു. ഒരുപാട് മണിക്കൂറുകളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പഠിക്കുന്ന സമയം ഇങ്ങനെ എഴുതി വെച്ചിരുന്നു. അപ്പോൾ എഴുതി വെച്ചിരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്കൂർ പഠിച്ചു ഇപ്പം ഇങ്ങനെ കുറേ പേര് ഇത്ര മണിക്കൂറൊക്കെ പഠിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അയ്യോ ഇത് എങ്ങനെയാണ് പഠിക്കണേ, എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതി വെച്ചു, ഞാൻ പഠിക്കുന്ന സമയം എഴുതി വെച്ചു. അപ്പോൾ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി തുടങ്ങി, ഞാൻ ഇന്ന ഇത്ര നേരം പഠിച്ചു എന്നൊക്കെ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കുറേ മണിക്കൂർ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയില്ലേ, അതിലാണ് കാര്യം. ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അത് ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അത് നല്ല പരിപാടിയാണ്, നിങ്ങൾ ശ്രമിച്ചു നോക്ക്, നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറയും. അല്ലാതെ നമ്മൾ കുറേ ഇങ്ങനെ പുസ്തകം മാത്രം ഇരുന്ന് പഠിക്കുന്നതും കുറേ നമ്മൾ ചെയ്ത് പഠിക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. അതായിരുന്നു പഠനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മറക്കാതിരിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻസ് എങ്ങനെയായിരുന്നു? മറവിയൊക്കെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. മറവി എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് നോട്ട് എഴുതാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ചിലവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടൊക്കെ നല്ല ഹൈലൈറ്ററൊക്കെ ഇട്ട് വരച്ച് ഒക്കെ എഴുതുമ്പോൾ എനിക്ക് തോന്നും അയ്യോ ഇതെന്ത് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല എന്ന് പറയാം. ഞാൻ മെയിനായിട്ട് പഠിച്ചിരുന്നത് കേട്ടാണ് പഠിച്ചിരുന്നത്. കേട്ട് അത് ഓർമ്മയിൽ വെച്ച്, പിന്നെ എനിക്ക് ഇപ്പോൾ മറവിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും പോയിൻ്റൊക്കെ ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ഞാനും പഠിച്ചിരുന്നു. അല്ലാതെ വേറെ കോഡുകളൊന്നുമില്ല. ചിലപ്പോൾ ഭാഗ്യം അങ്ങനെ ഭാഗ്യം കൂടെ തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഭാഗ്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ എഫേർട്ട് തന്നെയാണ് ഇതിലെ 90%. പിന്നെ നമ്മളൊരു ചൊല്ലുണ്ട്, ധീരനെ ഭാഗ്യം തുണയ്ക്കുന്നത്. നമ്മൾ കുറേ കാൽക്കുലേറ്റർ റിസ്ക് എടുക്കും, ആ റിസ്കിൽ ചിലപ്പോൾ നമ്മളെ ഭാഗ്യം തുണയ്ക്കും. ഉറപ്പായിട്ടും തുണച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഞാൻ കറക്കി കുത്തിയതൊക്കെ ഭാഗ്യത്തിന്. അതുകൊണ്ട് തന്നെ അതെ, ആ ഒരു ഇത് പറഞ്ഞില്ലേ, ധീരനെ ഭാഗ്യം തുണച്ചു. അതെ. ഇനി ടെൻഷനൊക്കെ പൊതുവേ ഉള്ള ആളാണോ? നമ്മൾ കണ്ടപ്പോൾ മനസ്സിലാവുന്നത് അത്ര ടെൻഷനുള്ള ആളല്ല എന്നാണ്. എക്സാം എഴുതുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു, അത് ഇതുപോലെ കൂളായിരുന്നു? ടെൻഷൻ ഉണ്ടായിരുന്നു തലേദിവസം വരെ, അല്ലെങ്കിൽ എക്സാമിന്റെ അന്ന് വരെ ടെൻഷനുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ. പിന്നെ എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടവിഷയങ്ങളൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ട്രാക്കിലോട്ട് എത്തും. പിന്നെ എക്സാം അങ്ങനെ നടക്കും. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നല്ലൊരു റാങ്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടിയപ്പോൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് പറഞ്ഞില്ല. അത് എന്തോ ഭാഗ്യമല്ല, എഫേർട്ട് ഇട്ടു, അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ആൾക്കാർ കാണുന്ന പോലെ നല്ല പോസ്റ്റാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അന്നേരം കൊള്ളാം, സെക്രട്ടേറിയറ്റ് നമ്മൾ ആ ഫോട്ടോയിലൊക്കെ കാണുന്ന ആ സെക്രട്ടേറിയറ്റിൽ പോയി ഇരുന്ന് ജോലി ചെയ്യാന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി. റിസൾട്ട് വന്നത് ഞാൻ കണ്ണൂർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് റിസൾട്ട് അറിയുന്നത്. LD ക്ലർക്കായിട്ട് വിഷുവിനെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഭൂതങ്ങളിലൊരു ഭൂതം വിളിച്ചിട്ടാണ് പറയുന്നത്, എടാ വാ ഗ്രൂപ്പിലോട്ട് നിനക്ക് റാങ്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എത്ര ചോദിച്ച് നോക്കിയപ്പോൾ 38 റാങ്ക് ഉണ്ട്. വളരെ സന്തോഷമായി. അപ്പം എന്താ ചെയ്യുക, ബസ്സിലാണ് ഇരിക്കുന്നത്, നമുക്ക് അവിടെ ഒന്ന് തുള്ളിച്ചാടണമെന്നുണ്ട്, പക്ഷെ നടക്കില്ല. അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അമ്മയ്ക്ക് സന്തോഷമായി. അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് അറിയില്ല ഈ റാങ്ക് നല്ല റാങ്കാണെന്നുള്ള ഒരു ഇതറിയില്ല. അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മ ചോദിച്ചു ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ജോലി കിട്ടും, എന്തായാലും കിട്ടും, ഫസ്റ്റ് അഡ്വൈസ് തന്നെ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെ വീടെത്തി. അതന്നെ ഒത്തിരി സന്തോഷം. അതെ, അമ്മയ്ക്ക് നൽകാൻ പറ്റിയതിൽ ഏറ്റവും മികച്ച ഗിഫ്റ്റാണ് മകൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ള വ്യക്തികളുടെ പെട്ടെന്ന് എടുത്ത് പറയാനായിട്ട് ആരുടെ പേരുകളായിരിക്കും? ഒരു 3 ആളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് എൻ്റെ അമ്മയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അമ്മയാണ് എല്ലാത്തിനും സപ്പോർട്ട് തന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് ആദ്യമായിട്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്ന അമ്മയോടാണ്. പിന്നെ ഞാൻ പിച്ച വെച്ച് തുടങ്ങുന്നത് എൻ്റെ നാട്ടിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു മാഷുണ്ട്, ആൽവിൻ എന്ന് പറഞ്ഞിട്ട്. ആ ആൽവിൻ മാഷിനോടാണ് അടുത്ത്. ഇപ്പോഴും ഞാൻ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ ആളുടെ അടുത്ത് വർത്തമാനമൊക്കെ പറയാനായിട്ട് പോകും. പിന്നെ നമ്മുടെ PK ചേട്ടൻ. അങ്ങനെ ഇപ്പോൾ ഡിഗ്രി ലെവൽ ഇവിടെ പോകുമ്പോഴും നമുക്ക് PK ചേട്ടനായിട്ടുള്ള ബന്ധം. അങ്ങനെ ഈ 3 പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യാത്രയിൽ മേജർ 3 റോള് വഹിച്ചിട്ടുള്ള ആൾക്കാർ. നല്ല അടിപൊളി തൃശ്ശൂർ സ്ലാങ് ആണ്. ഹസല് തൃശ്ശൂരുകാരനാണ്. അപ്പം ഈ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ഇഷ്ടപ്പെട്ടോ? തിരുവനന്തപുരമൊക്കെ ഇഷ്ടപ്പെട്ടോ?
തിരുവനന്തപുരം തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഭക്ഷണമൊക്കെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഭക്ഷണത്തിനൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സെറ്റാണ്. കുറച്ച് കാലം കൂടെ ഇവിടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നൊരു ലൈഫ് ഉണ്ട് അല്ലേ? നമുക്കൊരു ജോലി, നല്ലൊരു ജോലിയിലേക്ക് ലഭിക്കുന്നതിന് മുന്നുള്ള ഒരു ലൈഫും ഇപ്പോൾ ജോലി ലഭിച്ചതിന് ശേഷമുള്ള ലൈഫും എങ്ങനെയാണ്? ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ നല്ല വ്യത്യാസമുണ്ട്. അത് മുന്നേ ഉള്ള ലൈഫ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ആയിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് സന്തോഷമുണ്ട്, നമുക്കൊരു ബന്ധുക്കളുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ അറിയുന്നുണ്ട് ഇപ്പോൾ. ഇനി ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാർട്ട്ണറെ കുറിച്ചൊക്കെ ചിന്തിക്കാറായോ? പാർട്ട്ണറെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല, ഇനി ഭാവിയിൽ ചിന്തിക്കണം. അപ്പോൾ ഒരു സർക്കാർ ജോലി എന്നൊരു സ്വപ്നവുമായിട്ട് ഒരുപാട് പേര്, എസ്പെഷ്യലി സാധാരണക്കാർ ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ട് വരുന്നുണ്ട്. ലൈഫൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ, ഒരു ജോലി കിട്ടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. പ്രിപ്പറേഷനിലായാലും അല്ലാതെ ആയാലും എന്തൊക്കെ അഡ്വൈസസ് ആണ് KPക്ക് നൽകാനുള്ള അഡ്വൈസ്? പുതിയതായിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ഈ ഫീൽഡിൽ തുടക്കത്തിൽ കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടാവും. അതായത് നമുക്ക് ഈ പുതിയൊരു ഫീൽഡിനോട് സെറ്റ് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് നമ്മളൊരു 2-3 മാസത്തിനുള്ളിൽ തരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 2-3 വർഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഡിഗ്രി ലെവൽ ജോബിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ പറയാൻ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ PK ചേട്ടൻ്റെ കാര്യം തന്നെ അറിയാലോ. നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സിൽ ചേട്ടന് 1ാം റാങ്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കൂടെ, എന്നെ പോലെ ചേട്ടൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഫ്യൂച്ചർ ആസ്പിറേഷൻസ് പഠനത്തിന്റെ കാര്യത്തിലായാൽ ഇനി പഠിക്കാനായിട്ടുള്ള താല്പര്യമുണ്ടോ? ഇനി ഇപ്പോഴും പ്രിപ്പറേഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണോ? താല്പര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താല്പര്യമുണ്ട്. കാരണം പുസ്തകങ്ങളോട് ഒന്നും ഉപേക്ഷിക്കാനായിട്ട് തോന്നുന്നില്ല, പഠിക്കാൻ തന്നെയാണ് ചിന്ത. ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിന് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പോകുന്നു. എന്തായാലും ഭാവി ജീവിതത്തിലേക്കുള്ള എല്ലാ ആശംസകളും. ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും ഇത്രയും അടിപൊളിയായിട്ട് നല്ല പെടക്കണ തൃശ്ശൂർ സ്ലാങ്ങിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിനും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിൽ 38ാം റാങ്ക് കരസ്ഥമാക്കിയ കൃഷ്ണപ്രസാദാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു സർക്കാർ ജോലിയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം. ഇതുപോലൊരു മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും PKPSC കോർണറിൻ്റെ ഭാഗമാകാം. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഓൾസോ ഡു സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. PKPSC Corner. Craft your future.